എയർ ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ്. ജോലിക്കെത്താതിരുന്ന ജീവനക്കാർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലപ്പുറ ചേരുകയാണ്. വിഷ്ണു, ഈ ഒരു സമരം അത് നിയമവിരുദ്ധമാണെന്നൊരു പ്രതികരണം എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജീവനക്കാർക്ക് നോട്ടീസ് അയച്ചിരുന്നു മനസ്സിലാവുന്നു. അതിന് തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം 100-ലധികം സർവീസുകളാണ് എയർ ഇന്ത്യക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എയർ ഇന്ത്യക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയും എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ചില നടപടികൾ ഇതിനോടകം തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് ഈ ജോലിക്ക് എത്താതിരുന്ന ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 25-30 ജീവനക്കാർ ഇത്തരത്തിൽ പിരിച്ചുവിടൽ നോട്ടീസ് എയർ ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സർവീസുകൾ റദ്ദായതിനു പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് എയർ ഇന്ത്യക്കെതിരെ ഉയർന്നു വരുന്നത്. ഇന്നും എയർ ഇന്ത്യയുടെ നിരവധി സർവീസുകളാണ് വിവിധ സ്ഥലങ്ങളിൽ റദ്ദായിട്ടുള്ളത്, ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ എയർപോർട്ടുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് എയർ ഇന്ത്യ ഇപ്പോൾ ജീവനക്കാർക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ആതിര. ശരി, വിഷ്ണു തലവൂറാണ് വിശദാംശങ്ങൾ നൽകിയത്.